ഹലോ ഗൈസ്, അതെ ഇന്നിപ്പോൾ സമയം എത്രയാണെന്ന് അറിയോ? രാത്രി 1 മണിയായേ. അമ്മ ഇപ്പോഴും തുന്നിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ദിത്തുവിൻ്റെ വീട് താമസമാണ്. അപ്പോൾ അന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ അമ്മ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പഠിപ്പുരയിലാണ് കേട്ടോ ആള്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് നാളെ ദിത്തുവിൻ്റെ വീട് താമസത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേ. എന്നിട്ടൊരു ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനും എൻ്റെ അമ്മയും കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം നേരത്തെ കാലത്ത് തന്നെ എണീറ്റ് ഒരു 4:45 തന്നെ ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബേട്ട് ഓട്ടോ ആയിട്ട് വന്ന് സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ 5:30ക്കും 6:30ക്കും ഇടയ്ക്കാട്ടാ വീട്ടുകൂടലിനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാല് കാച്ചലും നടക്കണം എന്നാണ്. പിന്നെ പാല് കാച്ചാനുള്ള ഏകദേശം സമയമായപ്പോൾ ഉണ്ടല്ലോ, കയ്യിൽ വിളക്കും വെച്ചിട്ട് ദിത്തു, പിന്നെ ബാക്കിൽ അമ്മ, പിന്നെ ചെറിയമ്മ, പിന്നെ എൻ്റെ അമ്മ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വീടിന് ചുറ്റും ഇങ്ങനെ 3 തവണ ചുറ്റണത്ര കേട്ടോ. പിന്നെ വാതിൽ തുറന്നിട്ട് നേരെ എല്ലാവരും പോയത് അടുക്കളയിലേക്കാണ്. അടുക്കളയിലെ അടുപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു വലം വെക്കുമ്പോൾ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ വിളക്ക്, കിണ്ടി, അതേപോലെ മുറത്തിൽ നവധാന്യങ്ങൾ, പിന്നെ ഒരു ഉരുളിയിൽ കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ അടുപ്പിൻ്റെ മുകളിൽ വെക്കുക. ഈ വിളക്കത്തെ തിരിയുന്ന കേട്ടോ തീ എടുക്കുക നമ്മൾ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാലൊഴിച്ച ചെമ്പ് വെച്ചിട്ട് തുടർച്ചയായിട്ട് കത്തിച്ചുകൊണ്ടിരുന്നിട്ടാ തിള വരുന്ന വരെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിള വന്ന് എല്ലാവർക്കും നല്ല സന്തോഷമായി. പിന്നെ ആ തിളച്ച പാലിന് കുറച്ചൊരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അവിടെയുള്ള എല്ലാവർക്കും കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ബാക്കി പാലിലേക്ക് അരി കഴുകിയിട്ടിട്ട് പിന്നെ അത് പായസമാക്കി കുടിക്കുകയാണേ ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നുട്ടി വരച്ച ചിത്രേ പാപ്പനും മേമയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആൾ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാല് കാച്ചൽ നടന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നേ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 10:30 മുതൽ തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന എല്ലാവരുടെ കയ്യിലും തന്നെ ഓരോരോ സമ്മാനപ്പൊതി ഉണ്ടായിരുന്നേ. ഇത്തും പ്രസാദും കൂടിയിട്ട് ക്ഷണിച്ചിട്ടുള്ളേ ഒരുവിധം വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ. പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവരും കൂടി വന്നപ്പോഴാട്ടാ എൻ്റെ ഫാമിലി പൂർത്തിയായത്. അങ്ങനെ പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാട്ടാ പിരിഞ്ഞു പോയത്.